അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ വന്നിട്ട് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോ ഒന്ന് ട്രൈ ആക്കിയിട്ടുള്ള കുറച്ച് അധികം ഡ്രസ്സസും അതുപോലെ തന്നെ സാൻഡൽസും ബാഗ്സും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു ഷർട്ടാട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി അതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പം ഈ ഒരു ഷർട്ട് വന്നിട്ട് ഇതാണ് കേട്ടോ, നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്, അടിപൊളി ക്വാളിറ്റി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ് ആണ്. നല്ലൊരു ബലൂൺ സ്ലീവ് ഫിറ്റിലാട്ടോ അത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലീവൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. സ്ട്രൈപ്ഡ് ഷർട്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒന്നാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാട്ടോ. കാഷ്വൽ വെയർ അതുപോലെ തന്നെ നമുക്ക് കോളേജ് ഓഫീസ് ഏതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ള വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസും എന്ന് പറയുന്നത് എനിക്കൊന്ന് 500-ൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോളർ വന്നിട്ട് ഇങ്ങനെയാണ്. അതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ഈ വൈറ്റ് കളറുള്ള ബട്ടൺസ് ആണ്. സ്ലീവ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ, ഈ ഒരു സ്ലീവ്സ് ആട്ടോ, നല്ലൊരു ബലൂൺ സ്ലീവ് ആണ്. ഇതാ ഇവിടെയൊക്കെ പഫൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് എടുത്തിട്ടുള്ളത്. എക്സൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഓവർ സൈസ്ഡ് ലുക്ക് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് നോർമൽ സൈസ് ഓർ 1 സൈസ് അപ്പ് എടുക്കുക കേട്ടോ. അപ്പം എങ്കിൽ ആ ഒരു നല്ലൊരു ഫിറ്റിൽ വരും. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 500-ൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എക്സ്ട്രാ വർത്തായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഒരു വൈറ്റ് കളറും കൂടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു കളറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ 2 കളേഴ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഷർട്ട് കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ലൊരു പീച്ച് ലൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ട് അതുപോലെ ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രെഡിൻ്റെ വർക്കാട്ടോ ഫുൾ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ സ്ലീവ് ആണ് കേട്ടോ. ഈ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പാകിസ്ഥാനി ടൈപ്പിൽ വന്നിട്ടുള്ള സ്ലീവ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ നല്ല ഈ ത്രെഡിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. നല്ല ഒരു റയോൺ കോട്ടൺ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള വന്നിട്ടുള്ളതാണ് ഈ ഒരു ഷർട്ട് ഡ്രസ്സ് വന്നിട്ട്. ഇതിൻ്റെ കോളർ വന്നിട്ട് ഇങ്ങനെയാണ് ഷർട്ട്സിൻ്റെ ഒക്കെ പോലെ തന്നെ. അതിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ഈ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്ലീവാണ്. നല്ലൊരു ലൂസ് റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഷർട്ട് ഡ്രസ്സിന്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500-ൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ്. ഡബിൾ എക്സൽ എടുത്താൽ തന്നെ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫിറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഫിറ്റിൽ വരുള്ളൂ കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ലൊരു ചെറിയ പ്രൈസിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ലൊരു ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പം ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എനിക്കൊന്നും അധികം ലെങ്ത്ത് വരുന്നില്ല. ഒരു ക്രോപ്പ് ടോപ്പ് അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത്, ഭയങ്കര ലെങ്ത്ത് നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഷർട്ട്സിൻ്റെ ഒക്കെ ലെങ്ത്ത് എക്സ്പെക്ട് ചെയ്യരുത്. ബട്ട് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെ കേട്ടോ, നേരത്തെ കാണിച്ച നല്ലൊരു ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവാണ് കേട്ടോ. അപ്പം ഞാനിത് എടുത്തിരിക്കുന്ന സൈസ് എക്സൽ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സൈസ് എനിക്ക് കുറച്ചും കൂടെ ഒരു 1 സൈസ് അപ്പും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഒരു ഫിറ്റിൽ വന്നതിനെ തോന്നുന്നു കേട്ടോ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു എക്സൽ ആണ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്ത്. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇതിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ അത്ര കംഫർട്ടബിൾ അല്ല. സൈസ് എനിക്ക് തോന്നുന്നു ഒരു 1 സൈസ് അപ്പും കൂടെ എനിക്ക് വേണമായിരുന്നു. എങ്കിൽ മാത്രമേ നല്ലൊരു ആ ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു ഫിറ്റിൽ വരുള്ളൂ കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല കാണാൻ നല്ല ഭംഗിയിട്ട്, നല്ല ഈ ഒരു ഫ്ലോറൽ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെത്. അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് അതായത് സീത്രൂ ആണ്, എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ടോപ്പ് വെയർ ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സ്ലീവ് ആട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇങ്ങനത്തെ സ്ലീവ് ഉള്ള ഡ്രസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെയർ ചെയ്യാൻ നല്ല രസമായിരിക്കും, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോളർ വന്നിട്ട് ഇതുപോലെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വുഡൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു, ലെങ്ത്താണ് എനിക്ക് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു ലെങ്ത്ത് വേണമായിരുന്നു. ബട്ട് ഓക്കെ ആണ്, നമുക്ക് നല്ലൊരു ലൂസായിട്ടുള്ള ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ലെങ്ത്ത്. ബട്ട് നിങ്ങൾ നോക്കി നോക്കുക, ഞാൻ അതിൻ്റെ
വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡ്, നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷെയ്ഡ് കാണാൻ. അപ്പം ഇതിൻ്റെ പ്രൈസും ആ ഒരു 500 ഉള്ളിൽ തന്നെയാണ് തോന്നുന്നു കേട്ടോ. ഞാനൊക്കെ എല്ലാം കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ടാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കാം. അടുത്തായിട്ട് കാണിക്കുന്ന ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇതും ഞാൻ പറയുമ്പം നല്ല ക്വാളിറ്റി, ഇതിലൊക്കെ ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള കേട്ടോ, അത്രയും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ ഒരു ഷർട്ട് വന്നിട്ട് ഇതുപോലെ കേട്ടോ, നല്ലൊരു കോളറൊക്കെ വന്നിട്ട് ഫുൾ ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഈ ത്രെഡിൻ്റെ ഈ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സ്ലീവ്സ് ഇതുപോലെ നോർമൽ നമ്മുടെ ഷർട്ടിൻ്റെ സ്ലീവ് ഒക്കെ പോലെയാണ്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് വരുന്നത്. ബാക്കിൽ കുറച്ച് ലെങ്ത് ഇറങ്ങിയിട്ടും ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് അങ്ങനെയാണ്. അപ്പം ഫ്രണ്ടിൽ കുറച്ച് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ യെല്ലോ ഷെയ്ഡിൽ വന്ന ആ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ കുറച്ചൊരു ലെങ്ത്ത്, നമുക്ക് ഒരുപാട് ലെങ്ത്ത് വരുന്നില്ല, ബട്ട് ഓക്കെ ആണ്. നിങ്ങളൊരു നല്ലൊരു വൈഡ് ലെഗ് ജീൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ ലെങ്ത്ത് വേണമെന്ന് തോന്നുമായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ള. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് അത് വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കോളർ വന്നിട്ട് ഇങ്ങനെയാണ്, ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ വന്നിട്ട്. പിന്നെ അതിൻ്റെ ഈ ഒരു ത്രെഡ് വർക്ക് ആട്ടോ, അതിൻ്റെ ഈ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറെ ചെയ്ത വീഡിയോസ് ഞാനിടാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ആ ഒരു ഫിറ്റിങ്ങും അതുപോലെ ഞാൻ പറഞ്ഞ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ സൈസ് എക്സലാണ് എടുത്തത്. എക്സൽ എടുത്തിട്ടാണ് എനിക്ക് ഫിറ്റ് ഓക്കെയാണ്. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച യെല്ലോ ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും അതിൻ്റെ വീതിയും കുറച്ചും കൂടെ എനിക്ക് വേണമെന്ന് തോന്നുന്നു. ബട്ട് ഇത് വീതിയൊക്കെ ഓക്കെയാണ്, വിഡ്ത്തൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലെങ്ത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇതുണ്ട്, കുറച്ചൊരു കുറവ് അത്രയേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ ആണ്. നിങ്ങൾ നല്ലൊരു വൈഡ് ലെഗ് ജീൻസ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത്ര ഭയങ്കര ബോറായിട്ട് തോന്നുന്നില്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഷർട്ടൊക്കെ ചിലവർക്ക് കുറച്ച് ലെങ്ത്തിലൊക്കെ ഇടാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ ഇത് എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്ക്, ട്രൈ ആക്കുമ്പം ലെങ്ത്ത് ഇല്ല അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ പറയുന്നത്. അപ്പം ഇതാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ട്. അതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസും ഏകദേശം ആ ഒരു 500-600 ഉള്ളിലാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചൊക്കെ ഒരു 600 എബോവിലേക്ക് ഒന്നും വരുന്നില്ല. 600 ഒരു 500-600 400 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഉള്ള എല്ലാ ഇതാട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ടോപ്പാണ്. നല്ലൊരു ഷർട്ട് കൈൻഡ് ഓഫ് ആ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഷർട്ട് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സ് പോലത്തെ ഒരു ടോപ്പാണ്. ഇതിന് മുന്നേ ഇതിൻ്റെ വേറൊരു ഏകദേശം ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള 2 എണ്ണം ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വെയർ ചെയ്യാൻ പറ്റില്ലാണ്. നമ്മൾ ഓഫീസ് കോളേജ് അങ്ങനത്തെ ഒക്കെ പർപ്പസിലേക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള അതിൻ്റെ ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇതും. ഇതിൻ്റെ കോളർ വന്നിട്ട് ഇതുപോലെയാണ്. ബട്ടൺസ് ഫുൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ കേട്ടോ സ്ലീവ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള 2XL. ഇത് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലൂസ് ഫിറ്റിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് വെയർ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇത് കുറച്ചൊരു സീ ത്രൂ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിലൊരു ഇന്നർ ടോപ്പ് നിങ്ങൾ വെയർ ചെയ്യുക, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടോ. അങ്ങനത്തെ നല്ലൊരു ജീൻസിൻ്റെ കൂടെ വൈഡ് ലെഗ് ജീൻസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ പെയർ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഏകദേശം ഒരു 500 ഉള്ളിലാണ് തോന്നുന്നു കേട്ടോ. അതിൻ്റെ പ്രൈസും ആ ഒരു പ്രൈസ് ഇത് വരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന 2 ജീൻസാണ്. ഫസ്റ്റ് നമുക്ക് ഈ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ജീൻസ് ഫുൾ പ്യുവർ വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ജീൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു വൈറ്റ് കളറാണ്, ഒരു വൈറ്റ് ലെഗിൽ വന്നിട്ടുള്ള ജീൻസാണ്. നല്ല ക്വാളിറ്റിയിലായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാർഡ്രോബ് മസ്റ്റ് ഹാവ് ആയിട്ട് പറയാം. നമുക്കൊരു വൈറ്റ് ജീൻസിലെ നമുക്ക് ഒരുപാട് ഡ്രസ്സസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതുപോലൊരു ജീൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളും കേട്ടോ. ഒരു ഹൈ വേസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വൈറ്റ് ലെഗ് ജീൻസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് 32 ആണ് കേട്ടോ. എൻ്റെ സൈസ് 32 ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജീൻസാണ്. ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ജീൻസൊക്കെ ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ മീഷോ ഒന്ന് ട്രൈ ആക്കുക. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 1000-ന്റെ ബിലോയിൽ നമുക്ക് ജീൻസ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1000 എബോവ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അതൊന്നും വേണ്ട, നമുക്കൊരു 500-600 ആ ഒരു റേഞ്ചിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല ജീൻസ് നമുക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഈ ഒരു ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഡ്യൂപ്പ് പോലത്തെ ആ ഒരു സെയിം ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ലുക്കിൽ വന്നിട്ടുള്ള ജീൻസൊക്കെ നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന ജീൻസ് ഉണ്ട് കേട്ടോ. മീഷോന്നാണ് ഞാൻ ട്രൈ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഡ്രസ്സസിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്ന ഈ ഒരു ജീൻസ് നമ്മൾ ഈ ഒരു ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഒരു ഡ്യൂപ്പ് പോലത്തെ ഒരു ജീൻസ് ആട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സവാനയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ജീൻസിൻ്റെ ഒക്കെ ഒരു ഡ്യൂപ്പായിട്ട് വന്നിട്ടോ. ആ ഒരു ലുക്കിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജീൻസാണ്. ഇതിൻ്റെ പ്രൈസ് 600 സംതിങ്ങിലേ വരുന്നുള്ളൂ. നേരത്തെ ഞാൻ കാണിച്ചില്ല, ആ ഒരു പ്രൈസിലേ വരുന്നുള്ളൂ. 600-700ൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ടോ. ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ല എക്സ്ട്രാ വേർത്തായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റ് ലെഗ് ജീൻസാണ്. നല്ലൊരു ഷെയ്ഡായിട്ട് ഒരു ഗ്രീൻ, അതുപോലെ തന്നെ ഒരു ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഈ ഒരു ചെറുതായിട്ടുള്ള ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജീൻസാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ എടുത്തത് സൈസ് 32 ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇവിടെ ലൂസാണ് കേട്ടോ. ഈ ഒരു ഇത് കുറച്ച് ലൂസാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ ഒരു 1 സൈസ് ലെസ് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എനിക്ക് തോന്നുന്നുണ്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി വന്ന ജീൻസ്. എന്ത് ക്വാളിറ്റി അല്ലേ, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജീൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എക്സാക്റ്റ് നമ്മൾ ആ സവാനയിലൊക്കെ കാണുന്ന ആ ഒരു ജീൻസിൻ്റെ ഒരു ഡ്യൂപ്പ് എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. ആ എക്സാക്റ്റ് ആ ലുക്കിലാണ്. അതുപോലെ ക്വാളിറ്റിയും അടിപൊളിയാണ്. ഒരുപാട് ഡ്രസ്സസിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ജീൻസൊക്കെ മതി. ഒരുപാട് ജീൻസ് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജീൻസ് ആട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടോ. നിങ്ങളുടെ വാർഡ്രോബ് മസ്റ്റ് ഹാവ് ആണ് ഇതുപോലെ ഒരു ജീൻസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കുന്ന 2 സാൻഡിൽസാണ്. ഒന്ന് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സാൻഡിലാണ്. ഈ ഒരു ഹീൽസ് വന്നിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സാൻഡിലാട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള. നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു നല്ലൊരു ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള ഒരു സാൻഡിലാട്ടോ. നിങ്ങൾക്ക് പാർട്ടി വെയറിലേക്കായിട്ട് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാം. ഈ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെയർ ചെയ്യാറുണ്ട് ഇതുപോലത്തുള്ള ഹീൽസ്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം ഇതാട്ടോ ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ള. അതിൻ്റെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലാട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാം. അത്യാവശ്യം നല്ലൊരു ഹീൽസ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒരു ഹീൽസ് വരുന്നുണ്ട്. ഇത്ര ഹീൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിരിക്കും. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടി അല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡിൽസ് ആട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 500-600 ആ റേഞ്ച്. പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് നല്ല വേർത്തായിരിക്കും. നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഈ ഒരു സാൻഡിൽസൊക്കെ നമ്മൾ എത്രയായിരുന്നു നമുക്ക് കാണുമ്പോൾ ഓക്കെയാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എത്രത്തോളം അതൊന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഹീൽസാണ്. ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 500 ഉള്ളിൽ വരുന്നുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കൊടുത്തിട്ടുള്ളത് ബക്കിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീൽസ് ഈ ഒരു ഹീൽസാണ് കേട്ടോ. ഇങ്ങനത്തെ ഹീൽസാണ് വരുന്നത്. ഇങ്ങനത്തെ ഇതുപോലെയുള്ള ഹീൽസ് ആട്ടോ വരുന്നത്. ഈ ഒരു ഹീൽസ് നിങ്ങൾക്ക് പോയിന്റ് ഹീൽസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഹീൽസ് യൂസ് ചെയ്യുന്ന ഇതാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇങ്ങനെയാണ്. ഞാൻ പോയിന്റ് ഹീൽസ് അങ്ങനെ അധികം ഒരുപാട് ഹീൽസുകൾ യൂസ് ചെയ്യാറില്ല. ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ ഹീൽസാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും എനിക്ക് കേട്ടോ. പോയിന്റ് ഹീൽസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അടിപൊളിയായിട്ട്. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു ബോ ടൈപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ബോൾ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഹീൽസാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ ഉറപ്പൊന്നും പറയില്ല. എനിക്കറിയില്ല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ മീഷോന്ന് ട്രൈ ആക്കിയിട്ടുള്ള സാൻഡിൽസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കേട്ടോ. ഇപ്പോഴും യൂസ് ആക്കുന്നുണ്ട്. അത് നല്ല അടിപൊളിയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമുക്കിതിൽ കുറച്ചധികം ഷർട്ട്സും അതുപോലെ തന്നെ ജീൻസും സാൻഡിൽസൊക്കെ നമ്മൾ കാണിച്ചു. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് DM ലിങ്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.